കണ്ണിങ്ങനെ വൈഡാക്കിയിട്ട് വായങ്ങനെ തുറന്ന് ഒരു മാറാരോഗത്തിനടിമയായി നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ, പ്രത്യേകിച്ച് കുട്ടികൾ, ഈ മാറാരോഗികളെ നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ആരാണ്? കണ്ണിങ്ങനെ വൈഡാക്കി വായങ്ങ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോൾ ഗ്യാപ്പ് കിട്ടിയാലും റീൽസ്. ഒരു റീൽസ് നോക്കി അവിടെ അവസാനിപ്പിക്കുക, അതുമില്ല, അടുത്തത്. ഇതും ഒരു മാറാരോഗമാണ്. കഴിഞ്ഞ ദിവസം വന്നൊരു രോഗിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. കയ്യിൽ നല്ലൊരു ഫോണൊക്കെ പിടിച്ചിട്ട് അയാൾ കടന്നു വരിക. അല്ല മമ്മൂട്ടി, എന്താണ് നിൻ്റെ പ്രശ്നമെന്ന്? ഡോക്ടറെ, എനിക്ക് ഭയങ്കര ഊരവേദനയാണ്, പിന്നെ നല്ല തലവേദനയുണ്ട്, പിന്നെ നല്ല നെഞ്ചിരിച്ചിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഡോക്ടറെ. ഇപ്പോൾ എന്താ എനിക്ക് പരിപാടി? ഞാൻ ഗൾഫിൽ നിന്ന് വന്നാണ്. അപ്പോൾ വീട്ടിൽ വേറെ പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ റീൽസ് കണ്ടിരിക്കുകയില്ല പരിപാടി എന്ന്. ഓ മമ്മൂട്ടി, ഇപ്പം അതല്ലേ പരിപാടി? 3 മാസമായി ഗൾഫിൽ നിന്ന് വന്നിട്ട്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് റീലൈറ്റിസ് ആണെന്ന് തോന്നുന്നു, റീൽ ബാധ ഏറ്റതാന്ന് തോന്നുന്നു. ശരീരം അനങ്ങുന്നില്ലല്ലോ, കുത്തിക്കിടന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കല്ലേ. ഈ റീലൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം നമ്മളെ മമ്മൂട്ടിക്ക് മാത്രമല്ല, നമ്മൾ ഒരുപാട് പേർക്കൊന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് അതിൽ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരട്ടെ. 24 മണിക്കൂർ നിങ്ങൾക്ക് ഫോണില്ലാതെ നടക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. കയ്യിൽ ഫോൺ എപ്പോഴും വേണം, എപ്പോഴും എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക. ഒരു എമർജൻസി, ഇത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ അത്രയേറെ പ്രാധാന്യം നമ്മൾ ഫോണുകൾക്ക് നൽകുന്നുണ്ടോ? എങ്കിൽ നമുക്ക് റിയലൈറ്റിസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു പക്ഷേ ഞാനൊക്കെ തന്നെ ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയം വൈകിയിരിക്കുക. നമ്മൾ റീലല്ലെങ്കിലും നമ്മൾ ഈ കണ്ടൻറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഫോണുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു സമയം ഫോൺ കയ്യിലില്ലെങ്കിൽ എന്തോ വലിയൊരു സംഭവം മിസ്സായതുപോലെയാണ്. ഇപ്പോഴൊക്കെ ഞാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഫോൺ മാറ്റി വെക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അമിതമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അല്ല മമ്മൂട്ടിയെ, എനിക്ക് ഈ സ്വഭാവമൊക്കെ കാണുന്നുണ്ടോ? തലകുനി. യെസ് ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ അടുക്ക് ഭക്ഷണമൊന്നും സമയത്തിന് കഴിക്കുന്നില്ലേ മമ്മൂട്ടിയെ? ശരിയാണല്ലോ ഡോക്ടറെ, എനിക്ക് കറക്റ്റ് സമയത്ത് ഇതിൽ ഈ മൊബൈലിൽ ഇങ്ങനെ മുഴുകിക്കഴിഞ്ഞാൽ എവിടെ ഭക്ഷണം കഴിക്കാൻ സമയം? അതിങ്ങനെ നോക്കിയല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ തന്നെ എങ്ങനെ ആലോചിക്കുക, ഞാൻ എന്നെയും കമ്പയർ ചെയ്യണം. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കേണ്ട സമയം, നമ്മൾ വിശന്നിരിക്കുന്ന സമയമാണല്ലോ. ആ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആവേശത്തിൽ നോമ്പ് തുറക്കാനുള്ള സമയം പോലും ആയി എന്നറിയാതെ അതിലിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നുണ്ട്, ആ വിശപ്പിനെ പോലും മറികടന്നുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ആവേശത്തിൽ അങ്ങോട്ട് മുഴുകിപ്പോവുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമുക്ക് ആർക്കെങ്കിലും ഈ ശീലം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത്. എങ്കിൽ നമ്മൾ ഈ റിയലൈറ്റിസ് എന്ന് പറയുന്ന ഈ ജനറേഷൻ്റെ പുതിയ രോഗത്തിൽ നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നതാണ്. പിന്നെ ഈ റീൽസിലൂടെ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് കഴിവില്ലാത്ത പല കാര്യങ്ങളും പെട്ടെന്ന് പഠിക്കും എന്നൊക്കെ തോന്നുന്ന ഒരു ലക്ഷണമൊക്കെ ഇതിൽ കാണിക്കും. ഓക്കെ ഡോക്ടറെ, നിങ്ങൾ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. എന്തപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ? മമ്മൂട്ടി, നീ ജീവിതത്തിലെ സൂപ്പർ സ്റ്റാറാടാ. ഒരു കാര്യം ചെയ്യും, ഓരോ 30 മിനിറ്റ് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും നീ ഒരു 5 മിനിറ്റ് അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് നടക്കാനൊക്കെ നോക്കടാ കേട്ടോ. എന്നാൽ വല്ലപ്പോഴൊക്കെ റീൽസ് കണ്ടോ, അതൊക്കെ ഒരു എൻജോയബിൾ ആണല്ലോ, എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റിയൽ ലൈഫിലേക്ക് പോകാം കേട്ടോ. വെറും റീൽസ് മാത്രമൊന്നുമല്ല നമ്മുടെ ജീവിതം. പിന്നെ കണ്ണിൻ്റെ സുരക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണം? ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും 20 മീറ്റർ ദൂരത്തേക്ക് 20 സെക്കൻഡ് നേരം നിൻ്റെ കണ്ണൊന്ന് മാറ്റി പ്രതിഷ്ഠിക്കണം കേട്ടോ. അങ്ങനെ മമ്മൂട്ടി, നമ്മൾ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ പോലെ സ്വന്തം ജീവിതത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ആവാൻ ഒരു തീരുമാനം എടുത്തിട്ടാണ് മുന്നോട്ട് പോയത്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ തീരുമാനിച്ചത്. വേദനയ്ക്ക് ഗുളികയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. കാരണം കുത്തിയിരുന്ന ലൈഫ് സ്റ്റൈൽ റിയലൈറ്റിസാണ് ഇതിന് കാരണമായത്. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളുടെ ലൈഫ് ഈ മമ്മൂട്ടിയുടെ ലൈഫ് പോലെ തന്നെ അല്ലേ എന്നുള്ളത്. ഓക്കെ, ബൈ.